ഹരിതകർമ്മസേനാംഗങ്ങളോട് നേരത്തെ ഉണ്ടായിരുന്ന സമീപനം എല്ലാവർക്കും അറിയാം. കൊച്ചിയിൽ ഹരിതകർമ്മസേന ഉണ്ടായിരുന്നില്ല. നമ്മൾ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷമാണ് ഇവിടെ ഹരിതകർമ്മസേന ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങൾ പലരും എനിക്ക് പരിചയമുണ്ട്. അന്ന് ഒരാഴ്ച ഇവിടെ വന്ന് താമസിച്ച ഒരാളാണ് ഞാൻ. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഹരിതകർമ്മസേന ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആദ്യം. അപ്പോൾ ഹരിതകർമ്മസേനാംഗങ്ങളോടുള്ള മനോഭാവം വളരെ മോശമായിരുന്നു തുടക്കത്തിൽ. അവർക്ക് യൂസർ ഫീ കൊടുക്കില്ല, അവരെ ആട്ടിയകറ്റും, വാതിൽ തുറക്കില്ല, അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം. ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. നിയമ ഭേദഗതികൾ ഉൾപ്പെടെയുള്ള നടപടികൾ, പഞ്ചായത്ത് രാജ് ആക്ടും മുനിസിപ്പൽ ആക്ടും ഭേദഗതി ചെയ്ത് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുക്കാത്തവർക്ക് ഒരു സേവനവും കൊടുക്കില്ല എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. നിയമസഭയിൽ വലിയ തർക്കത്തിനിടയാക്കിയൊരു വ്യവസ്ഥയായിരുന്നു. ആർട്ടിക്കിൾ 21 ലംഘനമാണെന്നൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. പക്ഷേ സർക്കാർ ശക്തമായിട്ട് നിന്നു. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുത്തില്ലെങ്കിൽ ഫൈനോടുകൂടി പ്രോപ്പർട്ടി ടാക്സിൻ്റെ കൂടെ പിരിക്കാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു. ഒപ്പം ബോധവൽക്കരണവും. ഇങ്ങനെയുള്ള നടപടികളിലൂടെയാണ് നമുക്ക് ഈ 99% നേട്ടം കൈവരിക്കാൻ പറ്റിയത്. ഇനി യൂസർ ഫീയുടെ കാര്യത്തിൽ 341 കോടി യൂസർ ഫീ ഇനത്തിലും അത് പൂർണ്ണമായും ഹരിതകർമ്മസേനയ്ക്കാണ്. തദ്ദേശ സ്ഥാപനത്തിനൊരു പൈസ പോലും എടുക്കാൻ പറ്റില്ല. യൂസർ ഫീ പൂർണ്ണമായും ഹരിതകർമ്മസേനയ്ക്കാണ്. 7.9 കോടി ഹരിതകർമ്മസേന ശേഖരിച്ച പാഴ്വസ്തുക്കൾ തരംതിരിച്ച് വിറ്റ വരുമാനമായിട്ടും ആകെ 348.9 കോടി ഈ സാമ്പത്തിക വർഷം ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തു. ചെറിയ കാര്യമല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്രയും പേർക്ക് തൊഴിൽ വരുമാനവും കൂടി ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. 37,341 പേരാണ് ഹരിതകർമ്മസേനയിൽ.